യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നമ്മളൊരു വെറൈറ്റി വീഡിയോ ഇട്ടിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും പിന്നെ കുക്കിങ്ങും അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ടാണ് യൂഷ്വലി വരാറ്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വന്നേക്കണേ. എൻ്റെ ഡ്രസ് ഹോൾ. അപ്പോൾ ഡ്രസ് ഹോൾ കണ്ടാലോ? അപ്പോൾ ഇതിൽ എൻ്റെ ഡ്രസ്സസും ഉണ്ട്, അതുപോലെ തന്നെ വാവക്കുട്ടിയുടെ ഡ്രസ്സും ഉണ്ട് കേട്ടോ. ഇത് ഏട്ടൻ സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ് മേടിച്ചതെന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എന്താണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് എൻ്റെ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഡ്രസ്സുകൾ കാട്ടാം, അതിന് ശേഷം ഞാൻ വാവക്കുട്ടിയുടെ ഡ്രസ്സുകൾ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടും കാട്ടിത്തരാം. അപ്പോൾ ഫസ്റ്റ് ഇതേ ഈ ഡ്രസ്സാട്ടോ. എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഈ ഡ്രസ്സാണ് ഞാനും ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനത്തെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ സ്ലീവ് വന്നിട്ട് ഇതൊരു വിൻ്റർ വെയർ പോലത്തെ കേട്ടോ. ഫുൾ സ്ലീവ് വന്നിട്ട് ചെക്കാട്ടോ. ഒരു എന്നിട്ട് മുട്ടിന് താഴെ വരെ ഉള്ളതാണ്. ഇതിന് പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാട്ടോ ഡ്രസ്സ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓരോന്നും ഇട്ടിട്ട് ഞാൻ അപ്പം തന്നെ കാട്ടിത്തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെയുണ്ടെന്ന്. അതല്ലേ നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ട് ഓടിപ്പാഞ്ഞ് പെരഞ്ഞു വരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഡ്രസ്സ്. ഞാൻ പറഞ്ഞ പോലെ ചെക്ക് പ്രിൻ്റായിട്ട് ഫുൾ സ്ലീവ് ആട്ടോ. അപ്പം ഞാൻ ഫുള്ള് നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാട്ടോ. പിന്നെ ഇവിടെ ഒരു കെട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് ഡ്രസ്സ്. അപ്പോൾ എനിക്കിത് ഇട്ടപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്ലോത്തിങ് മെറ്റീരിയലൊക്കെ നല്ല രസമായിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഇനി നമുക്ക് അടുത്തത് കണ്ടാലോ? അടുത്തത് വരുന്നത് ഈ ഡ്രസ്സാട്ടോ. ഒരു പേസ്റ്റൽ കളറാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറ് കണ്ടപ്പോൾ ഇതെന്തോ ഒരു ഭയങ്കര ഒരു ഡള്ളായിട്ടുള്ളൊരു കളറാലോ വിചാരിച്ചു. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിലിങ്ങനെ ഒരു ക്യാരറ്റ് കളറല്ല, ഒരു നല്ലൊരു പിങ്ക് അല്ല, റോസ് പോലത്തെ ഒരു കളർ വന്നിട്ട് അതിലാണെങ്കിൽ വൈറ്റ് കളർ ഇങ്ങനെ ഡോട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്തിട്ട് കണ്ടാലോ? ഇപ്പം ട്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഡ്രസ്സ്. കൈ ഫ്ലീറ്റ് ഇങ്ങനത്തെ ഫ്ലീറ്റാണ്, ഇങ്ങനെ ഒഴുകി കിടക്കണ പോലത്തെ ഫ്ലീറ്റ്സ് ആണ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മുട്ടിന് താഴെ വരെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത കോസ്റ്റ്യൂം നമുക്ക് കണ്ടാലോ? അപ്പം ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇതൊരു ബ്ലാക്കിലൊരു ഇതൊരു പീച്ച് കളർ ഷെയ്ഡുള്ളതാണ്. അപ്പം ഇത് ബ്ലാക്കിലൊരു യെല്ലോയിഷ് കളർ വന്നിട്ടുള്ളതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏട്ടൻ സെലക്ട് ചെയ്ത എല്ലാ ഡ്രസ്സുകളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏട്ടന് ഇത്രയും സെലക്ഷൻ ഉണ്ടെന്നോ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് കണ്ടപ്പോൾ മീൻസ് നല്ല സെലക്ഷനും നല്ല ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫിറ്റിംഗ് ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാട്ടോ ഫുൾ സ്ലീവാണ്. കൈൻ്റെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, അതിന് എലാസ്റ്റിക് വന്നിട്ട് കൈയപ്പം നല്ല ടൈറ്റിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്, ബെൽറ്റ് പോലെ. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്തിട്ട് വരാം. ഓക്കേ. അപ്പോൾ ഇത് ഇങ്ങനെയാട്ടോ ഫുൾ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു എലാസ്റ്റിക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു പഫ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കെട്ടുമുണ്ട്. ഞാൻ ഫുള്ള് കാട്ടിത്തരാം. യൂസി. അപ്പോൾ ഇതാട്ടോ ഫുൾ ലുക്ക്. അപ്പോൾ നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾക്ക് ഈ 3 ഡ്രസ്സിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വാവക്കുട്ടിയുടെ ഡ്രസ്സസ് കാണാം.
അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വാവക്കുട്ടിയുടെ ഡ്രസ് കളക്ഷൻ കണ്ടാലോ. അപ്പൊ അവനും കൊറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം ഏട്ടന് നല്ല സെലക്ഷൻ ഉണ്ടെന്ന് ഇതോടുകൂടിക്ക് മനസ്സിലായി. എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ടാണ് ഷോപ്പിലൊക്കെ പോയിട്ട് മേടിക്കാറ്. അപ്പൊ ഞാനാണ് സെലക്ട് ചെയ്യാറ്. അപ്പൊ ഏട്ടൻ ഇത് ഏതാ നല്ലതെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് തരാറ്. പക്ഷെ ഇത് ഏട്ടൻ തന്നെ മേടിച്ചപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഒരു വൈറ്റ് കളറ് ഒരു ടെഡി ബെയറിൻ്റെ ഇതും അതുപോലെ തന്നെ ട്രൗസറും കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇതൊരു ബ്ലാക്ക് കളറ്, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് കളർ നമ്മളുടെ ഇങ്ങനത്തെ പ്രിൻസ് ആയിട്ട് ഇതും നല്ല ഭംഗിയുണ്ട്. അവന് ഇത്തിരി ലൂസാണെങ്കിലും അവന് ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് സ്പൈഡർമാൻ്റെ സ്പൈഡി ലുക്കായിട്ടുള്ള കണ്ട ഒരു റെഡും ബ്ലാക്ക് കളറും. ഇത് മൂന്നും ട്രൗസേഴ്സ് ആട്ടോ. പിന്നെ അവന് മേടിച്ചിട്ടുള്ളത് പാൻസും ഫുൾ ലെങ്ത് ഉള്ള പാൻറ്റും അതുപോലെ തന്നെ ടോപ്പ്. അതിൻ്റെ ഒപ്പം ക്യാപ്പും ഉണ്ട് കേട്ടോ. ഒരു ക്യാപ്പും ഉണ്ട് അതിൻ്റെ ഒപ്പം. ഇങ്ങനെ ഫുൾ പാൻറ് അല്ല, സോറി, ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഇങ്ങനത്തെ ഡ്രസ്സ്. ഡാഡ് പ്ലസ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട്. ഇത് പക്ഷേ സെപ്പറേറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹൂഡിയൊക്കെ ഉള്ളതാണ്, കിങ് എന്ന് പറഞ്ഞിട്ട്. നല്ല കളറാണ്. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കളറായിട്ടുള്ളത് ഒരു പാൻസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവന് വേണ്ടി മേടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടമായതും അതുപോലെ വാവക്കുട്ടിയുടെ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും.